അരുൺ, ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ സാധ്യത തെളിഞ്ഞിട്ടുണ്ടോ? ഈ കേസ് ക്രൈംബ്രാഞ്ചിൽ വിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ അരുൺ? ജിക്ക് ആദ്യഘട്ടത്തിൽ ഈ സംഭവത്തിൽ ഈ ശൈലജയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുണ്ട്ര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയതെങ്കിൽ ഇന്ന് കേസിന് പുതിയ മാനം കൂടി വന്നിട്ടുണ്ട്. സ്ത്രീധന പീഡനമാണ് ഈ കേസിലെ ഏറ്റവും പ്രൈമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് പോലീസിൻ്റെതായ കണ്ടെത്തൽ. കുണ്ട്ര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകി. ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്ന് ചൂണ്ടിക്കാട്ടി DGക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. കാരണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവരാണ്. എന്തായാലും അതുവരെ ഈ ലോക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുക, അന്വേഷണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള വിവരങ്ങൾ, ഇതിനോടൊപ്പം തന്നെ അമ്മ ശൈലജയ്ക്ക് വിവഞ്ചിക അയച്ച മെസ്സേജുകൾ, ഇത് പൂർണ്ണമായും കണ്ടെത്തുക എന്നുള്ളതാണ് ലോക്കൽ പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പങ്ക് അത് എന്താണ് എന്ന കാര്യത്തിൽ ഒരു നിജസ്ഥിതി വെളിപ്പെടുത്തുക. ആ നിജസ്ഥിതി അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് ക്രൈംബ്രാഞ്ചിന്റെ കേസ് കൈമാറുക. കാരണം നിലവിൽ ഇത് വിദേശത്ത് നടന്ന കേസാണ്. അതുകൊണ്ട് ലോക്കൽ പോലീസിനെ അന്വേഷിക്കുന്നതിന് നിയമപരമായ തടസ്സമുണ്ട്. അതാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള കാരണം. ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പ്രാഥമികമായ തെളിവുകൾ നശിക്കാതിരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ആ ഘട്ടത്തിൽ തന്നെ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുക എന്നുള്ളതാണ് ലോക്കൽ പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് കരുതാം. അരുൺ പാറാട്ട് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഷാർജയിൽ നിന്ന്. അരുൺ പറയൂ. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ രാവിലെ വ്യക്തിയുടെ അമ്മയും സഹോദരനും ഈ ഷാർജ പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭർത്തൃ പീഡനം ഉൾപ്പെടെ ആരോപണം അവർ ശക്തമാക്കിയിട്ടുണ്ട്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർ കൈമാറിയിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും വ്യക്തിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ വിഷയത്തിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസുലേറ്റിലാണ് ഈ ഒരു വിഷയത്തിൽ നിലപാടെടുക്കാൻ സാധിക്കുക. ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നിപ്പോൾ വിഭജികയുടെ അമ്മയെയും സഹോദരനെയും ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഒരു ചർച്ചയ്ക്കായി കോൺസുലേറ്റിൽ വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചർച്ച ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ പുരോഗമിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമവായ ചർച്ചയാണ് നടക്കുന്നത്. ഇതിനുശേഷം ഇതിലൊരു തീരുമാനം ഉണ്ടാകും. എന്തായാലും വിഭജികയുടെ ഭർത്താവ് മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന തീരുമാനം അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ കാര്യത്തിലെ തീരുമാനം എന്താണെന്ന് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധികൾ വിവരം നൽകുകയായിരുന്നു.